ഇത് ഒരു നിലക്കും തീരുമാനമാകൂല. അങ്ങോട്ടാണ് ഇതിൻ്റെ പോക്ക് എന്ന് ഓരോ സമയത്തും നെയ്മർ ജൂനിയർ തിരിച്ചു വരുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ട്. ഒരു പരിക്ക് പറ്റും, പിന്നെയും പോകും, പിന്നെ അങ്ങനെ പ്രതീക്ഷിക്കും നെയ്മർ എന്നാ ഇറങ്ങുക. അതിൻ്റെ ഒരുപാട് ന്യൂസുകൾ. പിന്നെ അദ്ദേഹം വരും, പിന്നെയും ചെറുതായിട്ട് എന്തെങ്കിലും ഫോണിനിരയാവുമ്പോൾ അദ്ദേഹം പോയി. നല്ല സങ്കടം ഉണ്ട് ആൾക്ക്. നിലക്ക് നല്ലോണം കരഞ്ഞിട്ടുണ്ട് ആൾ കളത്തിലായി പരിക്ക് പറ്റിയതിന് ശേഷം അല്ലേ. നല്ല സങ്കടമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നെയ്മറിൻ്റെ ആ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ കളിശൈലി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി, അദ്ദേഹത്തിൻ്റെ ബോഡി ഇതുമായിട്ട് അലിഞ്ഞ് കഴിഞ്ഞു എന്ന് നമ്മൾ കരുതേണ്ടി വരും. 2026 വേൾഡ് കപ്പിലേക്ക് ബ്രസീലൊക്കെ നെയ്മറെ മാത്രം കരുതി പോയാൽ ഒരു ഭയങ്കര തിരിച്ചടി തന്നെയായിരിക്കും ബ്രസീലിന്. ആൾറെഡി ബ്രസീലിൻ്റെ ടീമിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഏതായാലും നെയ്മർ ജൂനിയർ അദ്ദേഹത്തിന് കളത്തിലേക്ക്, അദ്ദേഹം കുറച്ച് മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫുട്ബോളിനോട്ട് അതിയായ സ്നേഹമാണ്. എനിക്ക് എന്ന് ഇതിനോട്ടുള്ളൊരു ഇഷ്ടം കുറയുന്നു അന്ന് ഞാൻ വിരമിക്കും എന്നൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പല തവണ റിക്കവറായിട്ട് വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. 2026 വേൾഡ് കപ്പാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നൊക്കെ അന്ന് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചു. പക്ഷേ കഴിയുന്നില്ല, അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നില്ല. എന്ത് ചെയ്യാനാണ് അല്ലേ.